അവിടെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ 36 ഡിഗ്രിയിൽ തന്നെ അത് വേപ്പറായി മാറും. അവിടെ തിളക്കും. വേറെ പ്രത്യേകിച്ച് നമുക്ക് ചൂടാക്കണമെന്നില്ല. ആ വേപ്പർ ഒരു കണ്ടൻസ് ചാമ്പറിലേക്ക് പോകും, കണ്ടൻസേഷൻ ചാമ്പർ. ആ കണ്ടൻസേഷൻ ചാമ്പറിൽ കുറേ കോയിൽസ് ഉണ്ടാവും, കുറേ ഗ്ലാസ് കോയിൽസ്. ഈ കോയിൽസ് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ദ്വീപുകളിൽ നിങ്ങളുടെ കവരത്തിയിൽ നിന്ന് വേറെ ദ്വീപിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഒരേ കൾച്ചറായിട്ട് തന്നെയാണ് തോന്നിയത്? അത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഓരോ ദ്വീപുകൾക്കും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഔദ്യോഗിക ജീവിതം പിരിഞ്ഞപ്പോൾ നമ്മൾ ആരുടെയോ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു. ഔദ്യോഗിക ജീവിതം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് നമ്മൾ. ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നാൽ നമ്മൾ അങ്ങോട്ട് പോയി തീരും. അവിടുന്ന് നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പോകണം. പക്ഷെ ആ ഒരു ബന്ധനത്തിൽ നമ്മൾ പിരിയുകയും ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ കഴിയും. പിന്നീട് അതുകൊണ്ടല്ല നമ്മൾ ഈ ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് മാറിയതുകൊണ്ട് ഇപ്പോൾ സമയം തീരെ തികയാറില്ല എന്നുള്ളത് അവസ്ഥയിലേക്കാണുള്ളത്. സാധാരണഗതിയിൽ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ഒരാൾ, ഒരുപാട് ആളുകളായിട്ട് പരിചയം ഉണ്ടാവുമല്ലോ, വിരമിക്കുന്ന ഒരാൾ വിരമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ആളുകൾ പിന്നെ എന്താണ് ശരിക്കും അവരെന്താ പിന്നെ ചെയ്യുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടിക്കാഴ്ചയുടെ ഈ ഒരു എപ്പിസോഡിൽ ഷറഫുദ്ദീൻ AP, അദ്ദേഹത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ലക്ഷദ്വീപിലെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷറഫുദ്ദീൻ AP അദ്ദേഹമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആ ഒരു സംഭവവികാസങ്ങളിലൂടെ നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷദ്വീപിലെ ഒരു സാധാരണക്കാരനായ ഒരു കുട്ടി അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു, കേരളത്തിലേക്ക് വരുന്നു, പഠനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ. അവസാനം വഴി ഒരു അറബി കോളേജിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്ത ഒരാൾ അവിടെ നിന്ന് പിന്നീട് കുറച്ചുകൂടി പിന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിലേക്ക് മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ലഭിക്കും 1989. ജോലി നാട്ടിൽ ലഭിച്ചതിന് ശേഷമുണ്ടായ അനുഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ 89 ഞാൻ ജൂനിയർ എഞ്ചിനീയറായിട്ട് കടമത്തിലേക്ക് പോയി ജോയിൻ ചെയ്തു. അന്ന് ഇതേപോലെ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അവിടുന്ന് അപ്പോഴേക്ക് ഒരു 10 മാസം തികയുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അവിടുന്ന് എന്നെ വീണ്ടും കവറത്തിയിലേക്ക് വിളിപ്പിക്കുകയും ശരി അവിടെ സർക്കിൾ ഓഫീസിലേക്ക് സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞുള്ളത്. അന്ന് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനെ അവർ സർക്കിൾ ഓഫീസിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ സർക്കിൾ പ്ലാനിങ് സെക്ഷനിൽ അവിടെ വന്ന് ജോയിൻ ചെയ്തു. വീണ്ടും ഒരു 90 ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ശരി. അവിടെ 90 അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് 95 ഏകദേശം 95 ഞാൻ കല്യാണം കഴിച്ചു, മാരീഡായി. ജോലിയൊക്കെ കിട്ടി കുറേ കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം ജോലി കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ എന്നെ മിനിക്കോയ് ദ്വീപിലേക്ക് അവിടെ ട്രാൻസ്ഫർ. അവിടെ മിനിക്കോയ് ദ്വീപ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലെ ഏറ്റവും തെക്കേറ്റത്തെയും ദൂരെ കിടക്കുന്ന ദ്വീപുമാണ്. മാൽഡീവ്സിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപാണ്. അവിടുത്തെ ഭാഷ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിലെ ഭാഷയില്ല. അവിടുത്തെ ഭാഷ മഹൽ അല്ലെങ്കിൽ മാലി ലാംഗ്വേജാണ്. അതിന് ലിപിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ ഞാൻ 4.5 വർഷത്തോളം അവിടെ ഞാൻ ജൂനിയർ എഞ്ചിനീയറായിട്ട് അവിടെ സേവനമനുഷ്ഠിച്ചു. അവിടെ ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെയാണ് മിനിക്കോയ് ആയതുകൊണ്ട്. ഏതായാലും നല്ല ഔദ്യോഗിക ജീവിതം ആസ്വദിക്കാനുള്ളൊരു അവസരം അവിടെ നിന്ന് കിട്ടി. ഞാൻ ചോദിക്കുന്നത്, ഈ ദ്വീപുകളിൽ നിന്ന് നിങ്ങളൊരു ദ്വീപ് കവരത്തിയിൽ നിന്ന് പിന്നെന്താ കടമത്ത് ദ്വീപ് കഴിഞ്ഞ് ഈ ദ്വീപുകളൊക്കെ ഇപ്പോൾ ഈ കേരളത്തിലേക്ക് പോരുന്ന ഡിസ്റ്റൻസ് പോലെ തന്നെയാണോ, അതോ തൊട്ടടുത്ത് പെട്ടെന്ന് പോയി വരാവുന്നതാണോ? പെട്ടെന്ന് പോയി വരില്ല, കേരളത്തെക്കാളും അടുത്താണ്. കേരളത്തിലേക്ക് ഏകദേശം ഇപ്പോൾ കവരത്തിയിൽ നിന്ന് 400-402 കിലോമീറ്റർ ഉണ്ട്. മറ്റു ദ്വീപുകളിലേക്കൊക്കെ 40-45 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ ഏത് സമയത്തും പോയി വരാൻ പറ്റാവുന്ന അതേ ഉള്ളൂ? അത് പറ്റൂല. ഗവൺമെന്റ് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ദൂര ദ്വീപുകളിലേക്ക്. ഇപ്പോൾ അന്നൊക്കെ തൊട്ടടുത്ത ദ്വീപുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബോട്ട് ഹയർ ചെയ്തിട്ട് പോകാം. അന്നങ്ങനെ ആരും യാത്ര ചെയ്യാറില്ല. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ അങ്ങനെ ബോട്ട് ഹയർ ചെയ്തിട്ട് പോകാറുള്ളൂ. അല്ലെങ്കിൽ ഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ മാത്രമേ ഉള്ളൂ. ഷിപ്പാണെങ്കിൽ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഏത് ദ്വീപിലേക്ക് പോകണമെന്ന് കപ്പലിട്ട് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് അല്ല, നമ്മൾക്കനുസരിച്ചല്ല
യാത്ര. അത് പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ദ്വീപുകളിലൂടെയുള്ള ഓരോ ഇങ്ങനെ ഇങ്ങനെ യാത്രക്കാരെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു സംവിധാനം അന്നില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ബോട്ടുകളിൽ ബോട്ട് ഹയർ ചെയ്തിട്ടൊക്കെ നമുക്ക് പോകാം. അത് റിസ്ക്കാണ്. അതിന് ഗവൺമെൻറ് അനുമതി മുൻപ് അനുമതി നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമാണ് അനുഭവം. ശരി. മിനിക്കോയിൽ നിന്ന് വീണ്ടും ഞാൻ കവറത്തിയിലേക്ക് വരികയും പിന്നെ കവറത്തിയിൽ നിന്ന് നേരെ അടുത്ത 2021 ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് പ്രൊമോട്ട് ചെയ്ത് ചെത്തലാത്ത് എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോയി. അതും അതുപോലെ ഒരു വളരെ റിമോട്ട് ഏരിയയാണ്, റിമോട്ട് ഐലൻഡാണ്. അവിടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമാണ്. അവിടെ ഞാൻ 2.5 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നീട് അവിടുന്ന് ഞാൻ വീണ്ടും കവറത്തിയിലേക്ക് പോയി. കവറത്തിയിൽ നിന്ന് ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ഞാൻ കൽപ്പനിയിലേക്ക് പോയി. കൽപ്പനി ദ്വീപ്. അങ്ങനെ 5-6 ദ്വീപുകളിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ദ്വീപുകളിൽ നിങ്ങൾ കവരത്തിയിൽ നിന്ന് വേറെ ദ്വീപിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഒരേ കൾച്ചറായിട്ട് തന്നെയാണ് തോന്നിയത്? അത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഓരോ ദ്വീപുകൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഓരോ ദ്വീപുകളിലും ഈ ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് നോക്കുമ്പോൾ കവറത്തിയിലേക്കാളും വളരെ ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ് മറ്റു ദ്വീപുകളിൽ ഉണ്ടാകുന്നുള്ളൂ. കവറത്തി തലസ്ഥാന നഗരിയാണല്ലോ. കൺസ്ട്രക്ഷൻ വർക്കായ ദ്വീപുകളിൽ വലിയ മാക്സിമം 3 നില കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പിന്നെ റോഡ് വർക്ക്, പിന്നെ ഈ സീ എറോഷൻ ഉണ്ടല്ലോ, സീ എറോഷൻ്റെ പ്രൊട്ടക്ഷൻ, ആൻറ്റി സീ എറോഷൻ വർക്ക്സ്, അതൊക്കെയാണ് മേജർ ലക്ഷദ്വീപിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ. പ്രത്യേകിച്ച് വലിയ ഒരു 5 നില 6 നില കെട്ടിടങ്ങളോ അതിൻ്റെ ഫൗണ്ടേഷനൊന്നും ഇല്ല. അങ്ങനെ അവിടുത്തെ കൺസ്ട്രക്ഷൻ ഇല്ല. അപ്പോൾ ഓരോ ദ്വീപിലും ഇങ്ങനെയാണ്. കവറത്തിയിലാണെങ്കിൽ കൂടുതൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് കിട്ടും, അല്ല മെയിൻ റോഡിൻ്റെ വർക്കുകൾ കിട്ടും. മറ്റു ദ്വീപുകളിൽ സംബന്ധിച്ചും വേറെ ദ്വീപുകളിൽ പോകുമ്പോൾ ഈ ലാംഗ്വേജ് എല്ലാ ദ്വീപിലും ഒരുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലാംഗ്വേജ് സംസാരത്തിൽ. മലയാളം എങ്ങനെയാണോ പറയണതോ നിങ്ങൾ ശരിക്കും ലാംഗ്വേജ് എങ്ങനെയാണ് അവിടുത്തെ ഒരു വേറെ തന്നെ മലയാളത്തിനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഒരുപാട് ബന്ധങ്ങളായി. അന്ന് ബന്ധങ്ങൾ തീരെ ഇല്ലായിരുന്നു. പല വാക്കുകളും അന്നുള്ള വാക്കുകളൊന്നും ഇന്ന് ഉപയോഗിക്കുന്നില്ല. കാരണം ഇന്ന് കേരളവും മറ്റു ആൾക്കാർ ഇഴകിച്ചേർന്നുകൊണ്ട് കംപ്ലീറ്റ് മലയാളം വേർഡ്സുകൾ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് സംസാരിക്കുന്ന ഭാഷ കേരളീയർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. എഴുത്തുണ്ടായിരുന്നില്ല. അല്ല, ആ ഭാഷക്കാരില്ല. എഴുത്തിന്റെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എഴുത്ത് മലയാള അക്ഷരങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആണോ? എക്സെപ്റ്റ് മിനിക്കോയ് ദ്വീപില് അത് മാത്രം ലിപിയുള്ളൊരു ഭാഷയാണ്. അത് മാലി ലാംഗ്വേജ്. അതിന് മഹൽ ലാംഗ്വേജ്. പണ്ട് റേഡിയോയിലൊക്കെ ആകാശവാണിയിൽ ഇനി മഹലിൽ തുടരുന്നു പറഞ്ഞിട്ട് കാണും. അതെ, ആ ഭാഷ. ഓക്കെ. പിന്നെ 1989 ഇപ്പോൾ ആദ്യമായിട്ട് ജോലി നിങ്ങൾ ശരിക്കും അവിടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അന്നത്തെ കാലത്ത് നമ്മുടെ മുതിർന്ന ആൾക്കാർക്ക് അറിയാം തസ്തികൾ ഒരുപാടുണ്ടെന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ വിട്ടത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയിന്റിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയോടുകൂടി തന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ ദ്വീപിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ എനിക്ക് നാട്ടിൽ വേണ്ട, കേരളത്തിൽ എവിടെയെങ്കിലൊക്കെ ജോലി ആയാൽ മതി, അങ്ങനെ വിചാരിച്ചിരുന്നു? അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ എവിടെയാണോ അതിൻ്റെ തസ്തികയുള്ളത്, കൊച്ചിയും കോഴിക്കോടും നമുക്ക് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നമുക്ക് ഓരോരോ യൂണിറ്റുകളുണ്ട്. അവിടെയുള്ള പോസ്റ്റ് ഒഴിവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഈ 33 വർഷത്തെ സർവീസ് അല്ലേ? ആ സർവീസ് 5 ദ്വീപുകളിലായിട്ട് ജോലി ചെയ്ത സമയത്ത് കണ്ട നിങ്ങളുടെ അതിൻ്റെ ഒരു പ്രത്യേകതകളെ അതിലെടുത്ത് പറയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സർവീസിലിരിക്കുമ്പോൾ? അത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, NIOT, ആ സ്ഥാപനം ലക്ഷദ്വീപിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഒരു ഡീസാലിനേഷൻ പ്ലാന്റിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടി വന്നു. അന്ന് ഞാൻ കവറത്തിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടി. അന്ന് ലക്ഷദ്വീപിൽ കവറത്തിയിൽ പല ദ്വീപുകളും കവറത്തിയിൽ പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വളരെയധികം അനുഭവിച്ചിരുന്നില്ല. നിലവിൽ എങ്ങനെയാണ് കുടിവെള്ളം ഉണ്ടായിരുന്നു? അന്ന് കുടിവെള്ളം ഗ്രൗണ്ട് വാട്ടർ ആയിരുന്നു നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ റെയിൻ വാട്ടർ കളക്ട് ചെയ്തിട്ട് അതും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെയായാലൊരു ലിമിറ്റുണ്ട്. ഗ്രൗണ്ട് വാട്ടറൊക്കെ എല്ലാവരും പമ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് വാട്ടർ ഓൾറെഡി സലനിറ്റി
ആയി തുടങ്ങി. സലൈൻ വാട്ടർ ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടി കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് അങ്ങനെ അവർ വരികയും അത് ലക്ഷദ്വീപ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്, ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്തതാണ്. അത് വെള്ളം അവിടുന്ന് കൊണ്ടുവരും എങ്ങനെയാണ്? അല്ല, അത് കടലിൽ നിന്ന് രണ്ട് ടെമ്പറേച്ചർ ഉള്ള വെള്ളം, സർഫേസ് വെള്ളവും കടലിൻ്റെ ഡീപ്പിൽ 400-450 മീറ്ററുള്ള ഡെപ്തിൽ നിന്ന് ഒരു വെള്ളവും വലിക്കും. അത് ഡീപ്പിൽ നിന്ന് വലിക്കുന്ന വെള്ളത്തിന് 12 ഡിഗ്രി 11 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. സർഫേസ് വാട്ടറിന് 36 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ സർഫേസ് വാട്ടർ പമ്പ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ഒരു വാക്വം ചാമ്പറിലേക്ക് ഈ വെള്ളം പോകും. അവിടെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ 36 ഡിഗ്രിയിൽ തന്നെ അത് വേപ്പറായി മാറും, അവിടെ തിളക്കും. വേറെ പ്രത്യേകിച്ച് നമുക്ക് ചൂടാക്കണമെന്നില്ല. ആ വേപ്പർ ഒരു കണ്ടൻസ് ചാമ്പറിലേക്ക് പോകും, കണ്ടൻസേഷൻ ചാമ്പർ. ആ കണ്ടൻസേഷൻ ചാമ്പറിൽ കുറേ കോയിൽസ് ഉണ്ടാവും, കുറേ ഗ്ലാസ് കോയിൽസ്. ഈ കോയിൽസ് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 12 ഡിഗ്രി ടെമ്പറേച്ചർ വെള്ളം ഉണ്ടല്ലോ, കടലിൻ്റെ അടിയിൽ നിന്ന് വലിക്കുന്ന വെള്ളം, അതാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് നല്ല വെള്ളമായിട്ട് വരും. അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കുടിക്കുന്ന വെള്ളം, നല്ല പ്യുവർ വെള്ളമായിരിക്കും. ആ പദ്ധതി തന്നെയാണ് ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ മിക്കവാറും ദ്വീപുകളിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡീസാലിനേഷൻ ചെയ്ത വാട്ടറുകളാണ്. ശരി. അപ്പോൾ ഇത് യഥേഷ്ടം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാവർക്കും കിട്ടും. കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ലിമിറ്റഡ് ടൈം വെച്ചിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കളക്ഷൻ ടാങ്ക്, ഓവർഹെഡ് ടാങ്ക് ഇതൊക്കെ നിർമ്മിക്കാൻ എനിക്കൊന്ന് അവസരം കിട്ടുകയും അത് ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. ഒന്നും വളരെയധികം അത്യാവശ്യമുള്ള സാധനമാണല്ലോ കുടിവെള്ളം. അത് ദ്വീപുകാർക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു ഒരു സന്തോഷം വളരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. ആദ്യം പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തത് എവിടെയായിരുന്നു? കവരത്തിയിലാണ്. കവരത്തിൽ തന്നെ അത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് കിട്ടിയത് ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രദേശം. കവരത്തിലെ മിക്ക വീടുകൾക്കും അത് അന്ന് അനുഭവിക്കും. ഫസ്റ്റ് പ്രൊഡക്ഷൻ ഇനാഗ്രേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ അന്ന് NIOT ഡയറക്ടർ വന്ന് തന്നെ അന്ന് ഫസ്റ്റ് വെള്ളം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അയാൾ തന്നെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് കുളിച്ചു പോയി. അത്ര ഹാപ്പി ആയിരുന്നു അയാൾ. ഇപ്പോൾ മിക്കവാറും എല്ലാ ദ്വീപുകളിലും മിക്കവാറും വലിയ ദ്വീപുകളിലൊക്കെ ഈ ഡിസാലിനേഷൻ വാട്ടറാണ് കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്ന കേരളത്തിലുള്ളത് പോലെയുള്ള അല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങൾ പോലെ ഒരു കൺസ്ട്രക്ഷൻ സംഗതികൾ ദ്വീപിൽ എങ്ങനെയാണ്? റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്ക്? അവിടെ നമ്മൾ കേരളത്തിലുള്ള റോഡ് പോലെ ഇല്ല, അവിടെ കോൺക്രീറ്റ് റോഡുകളാണ്, ടാർ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു മിക്സ് M20 മിക്സിലാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. M20 അന്ന് ഒരു സൈക്കിളും സ്കൂട്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വലിയ വലിയ ക്രെയിനുകളും അതൊക്കെ ഉപയോഗിച്ചിട്ടും ഈ കോൺക്രീറ്റിൻ്റെ മിക്സോ റോഡ് ഡെവലപ്മെൻറ്റോ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. അല്ല, ഇത് പിന്നെ റീവർക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. നമുക്കിങ്ങനെ ഡാമേജ് ആകുമ്പോൾ റീസർഫേസിങ്ങോ അല്ലെങ്കിൽ റിപ്പയർ വർക്കോ ചെയ്ത് അതേ മിക്സ് കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്നതല്ലാതെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു ഇതിൽ മാറ്റം വരുത്തുകയും ഇതിൻ്റെ തിക്നെസ്സിൽ മാറ്റം വരുത്തുകയും കൂടുതൽ ഹയർ ഗ്രേഡ് മിക്സ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്തല്ലാതെ ഗവൺമെൻറ് ഇത് തന്നെ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. ശരി. അപ്പോൾ പിന്നെ വരുന്ന ഈ ഒരു നിങ്ങളെ എൻജിനീയറിങ് മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദൗത്യമായിട്ട് നേരത്തെ പറഞ്ഞതുണ്ട്. പിന്നെ റോഡ്, പിന്നെ വേറെ എന്താണ് അവിടെ പിന്നീട് വരുന്നത് ഈ സീ പ്രൊട്ടക്ഷൻ, എറോഷൻ പ്രൊട്ടക്ഷൻ. മിക്കവാറും ദ്വീപുകളിലൊക്കെ നല്ല ബീച്ചുകളൊക്കെ എറോഡ് ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ ഈ ഇറോഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആൻറ്റി ഇറോഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ കുറേ പൈലറ്റ് സ്കീമുകൾ സെൻട്രൽ ഗവൺമെൻറ് വന്നിട്ട് അതിൻ്റെ പഠിതാക്കൾ വന്നിട്ട് ചെയ്തു. പിന്നെ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ വർക്കുകളൊക്കെ പല ദ്വീപുകളിലും ചെയ്യുകയും അത് പല ദ്വീപുകളും അത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതുപോലെ അവിടെ എല്ലാ ദ്വീപിലുള്ളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു ചലഞ്ചസ് എന്തായിരിക്കും? അവിടെ ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതെ, അവിടുത്തെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷന് ഇപ്പോൾ ബിൽഡിംഗ് വർക്കിന് വേണ്ട മെറ്റീരിയൽസ് അവൈലബിലിറ്റിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എല്ലാം ഒരു കിലോ കമ്പിയാണെങ്കിലും ഒരു ബാഗ് സിമെൻ്റ് ആണെങ്കിലും അത് കേരളത്തിൽ നിന്ന് വന്ന് എത്തിയിട്ട് വേണം. അപ്പോൾ ഞാൻ കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്തു. അന്ന് ഗുഡ്സിൽ ട്രെയിൻ സിമെൻറ്റ് വരും ഇവിടുന്ന് അരുണാചൽ പ്രദേശ് ഇവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളും ഇന്ത്യയിലെ പല ഭാഗത്ത് സിമെൻറ്റ് ഫാക്ടറികളിൽ നിന്നും ഗുഡ്സിൽ ട്രെയിൻ വരികയും അത് കല്ലായി അവിടെ ഗുഡ്സ് ഇതുണ്ടല്ലോ മാർഷ്യാർഡ്
അവിടെ ഇറക്കിയിട്ട് അത് നമ്മൾ കൊണ്ട് കീപ്പ് ചെയ്തിട്ട് പിന്നെ ബേപ്പൂരിൽ വരുന്ന ഈ വുഡൻ ക്രാഫ്റ്റ് മഞ്ജു അങ്ങനത്തെ അതിൽ ദ്വീപിൽ കയറ്റി അയക്കും. അങ്ങനെ കയറ്റി അയച്ചിട്ട് അതവിടെ എത്തിയിട്ട് വേണം അവിടുത്തെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ. അതെ. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ പിന്നെ അടുത്ത് വരണം. അതെ. അപ്പോഴേക്ക് തൽക്കാലം അത് അവിടെ നിർത്തി വെക്കണം. മാത്രമല്ല നമുക്കൊരു ഈ മെയ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല. മൺസൂൺ സീസൺ ആയാൽ അവിടെ ഒരു സാധനവും പോവില്ല. അപ്പോൾ മൺസൂൺ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് അടുത്ത മെറ്റീരിയൽസ് വരിക. അപ്പോൾ അത് മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റോക്ക് ചെയ്യുക, ഇതൊക്കെ ഒരു വലിയ വെല്ലുവിളികളാണ് അവിടെ. അതെ അതെ അതെ. പിന്നെ അവിടെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കിട്ടിയ സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവിടെ എത്തിയ സമയത്ത്? എക്സിക്യൂട്ടീവ് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ സത്യത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിയുന്ന സമയമാണത്. പിന്നെ നമുക്ക് പിന്നീട് ഈ ടെൻഡർ കോൾ ഫോർ ചെയ്യുക, ഇതിനുള്ള ഈ മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള ടെൻഡർ വിളിക്കുക, അതിൻ്റെ ഏജൻസിയെ ഫിക്സ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് നമുക്കവിടെ മെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോട് ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അവിടെ നിന്നിട്ട് പിന്നെ കൊച്ചി ഇങ്ങോട്ട് മാറുമ്പോൾ അപ്പോൾ അതുവരെ കുറേ പരിമിതമായ കുറേ ഇതിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വേറെ ഇവിടെ വരുമ്പോൾ. അതെ, കൊച്ചിയിൽ ഇവിടെ വന്നതിന് ശേഷം കോഴിക്കോട് വന്നതിന് ശേഷമാണ് നമുക്കൊരു 4 നില കെട്ടിടം ആദ്യമായിട്ട് ചെയ്യേണ്ടി വന്നതും ഒരു പൈൽ ഫൗണ്ടേഷൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഉദ്യോഗസ്ഥ നിലയ്ക്ക് ചെയ്യിപ്പിച്ചത് ആദ്യം അവിടെയാണ്, കോഴിക്കോട്. നമ്മുടെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസ്ട്രക്ഷൻ വന്നു കോഴിക്കോട് ജവഹർ നഗറിൽ. അപ്പോൾ അതിൻ്റെ പണി ഒരു പുതിയൊരു മേഖലയായി എനിക്ക് കണ്ടു. പിന്നീട് കൊച്ചിയിൽ അങ്ങനെ ഹെവി കൺസ്ട്രക്ഷൻ നമുക്ക് നടന്നില്ല. അവിടെയും ഗസ്റ്റ് ഹൗസ് ഉണ്ട്, പക്ഷെ അതിൽ ഞാൻ ഭാഗവാക്കായില്ല. ഓക്കെ. അത് ശരിക്ക് അതിൻ്റെ ഒരു സ്വഭാവം വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല കൺസ്ട്രക്ഷൻ്റെ അവിടുത്തും ഇവിടുത്തും തമ്മിലുള്ള ഒരു. തീർച്ചയായിട്ടും. ഇവിടെ വരുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് മിക്സ് റെഡി മിക്സ് ആണ് ഉപയോഗിക്കുന്നത്. റെഡി മിക്സ് ദ്വീപിൽ അങ്ങനെയല്ല. ദ്വീപിൽ നമ്മൾ ലോക്കലി ഒരു ഹാഫ് ബാഗിൻ്റെ ഒരു കോൺക്രീറ്റ് മിക്സർ ഉണ്ടാവും, അത്രയും ഉണ്ടാവും. ഇവിടെ റെഡി മിക്സ് കോൺക്രീറ്റും പിന്നെ അതിൻ്റേതായിട്ടുള്ള പൈലിങ്ങും സെപ്പറേറ്റ് ആണല്ലോ. അവിടെ നമുക്ക് ചെറിയ ഒരു മാറ്റ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒരു 3 നില കെട്ടിടക്കും, അത്രയേ ഉള്ളൂ മെയിൻ. 2022 സർവീസും റിട്ടയർഡ് ആണ് അല്ലേ? 22 ജൂലൈയിൽ 33 വർഷം. 33 വർഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ സ്റ്റാർട്ടിങ് സർവീസ് തുടങ്ങിയത് ഒരു ഓർമ്മ ബിന്ദുവായിട്ടുണ്ടാവും. സർവീസ് അവസാനിച്ചതും അതിൻ്റെ ഇടയിൽ കുറേ സംഭവ വികാസങ്ങളും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ചിലതൊന്നും ചിലപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടാവില്ല, ചിലത് കടന്നു വരും. വിരമിക്കുന്ന സമയത്ത് മനസ്സിലുണ്ടായ കുറേ ചിന്തകൾ ഉണ്ടാവുമല്ലോ, സർവീസിൽ നിന്ന് കഴിഞ്ഞു, എന്തൊക്കെയായിരുന്നു വിചാരിച്ചത്? അതെ, 33 വർഷം നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ അതൊരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറിയല്ലോ. അത് വിട്ടുപിരിയുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു വേദനയുണ്ട്. സാധാരണഗതിയിൽ ചില ആളുകൾ ഇങ്ങനെ കുറച്ച് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, കുറച്ചുകൂടി വർക്കോളിക് ആയിട്ടുള്ള ആളുകൾ, അവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്കൊരു ശൂന്യത അനുഭവപ്പെടാറുണ്ടെന്ന് പറയാറുണ്ട് വിരമിച്ച് കഴിഞ്ഞ ആളുകൾക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി വിശ്വാസപരമായും ഇസ്ലാമികമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖല ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ആ വർക്ക് അവസാനിച്ചതിൻ്റെ ഒരു ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഫീലിങ്സ് വന്നേക്കാം. എന്നാലും ഉടനെ തന്നെ അടുത്തൊരു മേഖലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം, അങ്ങനെ കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതിനെങ്ങനെയൊന്ന് കാണണേ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഔദ്യോഗിക ജീവിതം പിരിഞ്ഞപ്പോൾ നമ്മൾ ആരുടെയോ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ തെറിച്ചു. ഔദ്യോഗിക ജീവിതം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് നമ്മളുള്ളത്. ഒരു ട്രാൻസ്ഫർ ഓർഡർ എന്നാൽ നമ്മൾ അങ്ങോട്ട് പോയേ തീരും. അവിടുന്ന് നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പോകണം. പക്ഷെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് നമ്മൾ പിരിയുകയും ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയും പിന്നീട് അൽഹംദുലില്ലാ നമ്മൾ ഈ ദീനിൻ്റെ പ്രവർത്തനത്തിലേക്ക് മാറിയതുകൊണ്ട് ഇപ്പോൾ സമയം തീരെ തികയാറില്ല എന്നുള്ളത് അവസ്ഥയിലേക്കാണുള്ളത്. ശരി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശരിക്കും നമുക്കതിലേക്ക് പോവാം. പക്ഷേ വിരമിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ 2022 ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ 4 വർഷമായി. ഈ 4 വർഷത്തിൽ നിങ്ങളിപ്പോൾ എന്താണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
അങ്ങനെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫോക്കസിങ് നമ്മൾ ഒന്ന് ദവാ മേഖലയിലേക്കാണ് മെയിൻ ഫോക്കസിങ്. പിന്നെ നമ്മൾ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയതുകൊണ്ട് അവരുടെ സംരക്ഷണവും അതുമായിട്ട് അങ്ങനെ നീങ്ങി പതുക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അതെ. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ വിരമിക്കുന്ന സമയത്തുള്ള പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ഒരു വർത്ത് മെൻഷൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ആ സമയവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാവും? സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന ചില ഫീലിങ്സിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഒരു മുൻകൂട്ടി കണ്ടു ഇത്ര സമയം നമ്മൾ വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ശേഷം എന്താണ് എന്നുള്ളത് പലരും ചോദിച്ചു. അങ്ങനെ പോകണ്ടേ, അവിടെ ജോലി ഉണ്ടല്ലോ, അവിടെ പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ വ്യൂ അങ്ങനെയായിരുന്നു. ഇനി എന്തായാലും അന്യരുടെ കൺട്രോളിലുള്ള ഒരു പണിക്കും ഇല്ല, ഒരു ജോലിക്കും ഞാനില്ല. സാധാരണഗതിയിൽ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന ഒരാൾ, ഒരുപാട് ആളുകളായിട്ട് പരിചയം ഉണ്ടാവുമല്ലോ, വിരമിക്കുന്ന ഒരാൾ വിരമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ആളുകൾ പിന്നെ എന്താണ് ശരിക്കും അവരെന്താ പിന്നെ ചെയ്യുക? അതിൽ മിക്ക ആൾക്കാരും ഏണിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഉള്ള ആളുകൾ, അതെ, അവർ പണത്തിന് വേണ്ടിയുള്ള അറ്റംപ്റ്റാണ് പിന്നീട് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം. ഇതല്ലാതെ ഈ പെൻഷൻ എമൗണ്ട് അല്ലാതെ വേറെന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഒരു 95% ഈ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയീസും. പിന്നെ അതിൽ വിരളമായ കൂട്ടത്തിലുള്ളതാണ് ഞാനതിന് താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ ശേഷം ഒരു 4 വർഷം ഇപ്പോൾ നമ്മൾ ദവാ മേഖലയിലും നമ്മുടെ വിസ്ഡം ഹൗസുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലും ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായി പോകുന്നു. നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിൻ്റെ കൾച്ചർ, അവിടുത്തെ ജീവിതം, അവിടുത്തെ സംസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം തോന്നുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഷറഫുദ്ദീൻ സാർ കുറേ കാര്യങ്ങൾ നമ്മളോട് ഈ കുറഞ്ഞ സമയത്തിനകത്ത് പറഞ്ഞു. ജീവിതമാണ്, ജീവിതത്തിനിടയിൽ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഈ കൂടിക്കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.